നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കെതിരെ LDF നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. CPM ജില്ലാ സെക്രട്ടറി MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ പ്രോജക്ട് പ്രസാദത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കുടയത്തൂരിൽ നടന്നു. എളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ ടൗണിൽ പ്രാഥമിക സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് MT തോമസ് ഉപവാസ യുദ്ധധർണ നടത്തി. നായർ സർവീസ് സൊസൈറ്റി മണക്കാട് മേഖലാ സമ്മേളനം നടത്തി. NSS ഡയറക്ടർ ബോർഡ് മെമ്പർ PS രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാമപുരത്ത് നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സാഗർ റെസ്റ്റോറന്റ് പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ അഴിമതിക്കെതിരെ LDF നേതൃത്വത്തിൽ യോഗം നടത്തി. മൂലമറ്റം ടൗണിൽ നടന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി MM മണി ഉദ്ഘാടനം ചെയ്തു. ഒരു യന്ത്രം കയറി ഇരുന്നത് പോലല്ലേ ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ആ കസേര കയറി ഇരിക്കുന്നത്. ഇരിപ്പരം നാണം കഴിഞ്ഞ് എന്നതാ പ്രിയമുള്ളവരെ ഉള്ളത്. എന്നാ പറഞ്ഞാലും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയല്ലേ. മുഖത്തോട്ട് നോക്കിയാലും അതുകൊണ്ട് കൊമ്പ് പോലെയാണ്, കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് പോലെയാ ബാല്യദേഹത്തിന്റെ മൂടിയിരിക്കുന്നത് ഇല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് പുള്ളി ധരിക്കുന്നത് ഇപ്പൊ പുള്ളിയുടെ ഭരണം നേട്ടമാണെന്ന ഇപ്പൊ ഇത്ര അത്രാസമുണ്ട്. എന്താണെന്നറിയോ, അടിയെ പോയി അവിടെല്ല ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധിയുടെ നാട്ടിലും എല്ലാം പോയി. അതുകൊണ്ട് ഇപ്പൊ അവിടെ ചെന്ന പണ്ട് തൊഴിയായിരുന്നു, ഇപ്പൊ അത്രയും തൊഴിയില്ല. കാരണം ഏതാനും ചേച്ചി ഇവിടെ പിടിച്ചല്ലോ, അതിന്റെ ഒരു അതാണ് ശക്തിപ്പെട്ടു. ചില ബുദ്ധിജീവികൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നേരെ ഭദ്രമായി ശക്തിപ്പെട്ടു. എന്നാ ശക്തിപ്പെട്ടെന്ന ഇവിടെ ഏതാണ്ട് ജനങ്ങൾക്ക് 3.5 കോടിക്ക് നന്നായി നൽകിയിട്ടുണ്ട് കൂടി ഇല്ലേ, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒരു 19,000 ജീവനക്കാർ പാവപ്പെട്ട തൊഴിലാളികളുടെ വായി മണ്ണുവിട്ടു. 10,000 കോടി രൂപ ഖജനാവിലേക്ക് വരേണ്ടത് അത് ഭൂ ഇല്ലേ. അന്ന് തൊഴിലാളി പാവപ്പെട്ടവരെ 200 രൂപ കൂലി കിട്ടുമെങ്കിൽ ഒരു 10 രൂപ 20 രൂപ മുടക്കി ശരീരവേദന തീർത്തുകൊണ്ടിരുന്നത്. LDF കൺവീനർ PK സോമൻ അധ്യക്ഷത വഹിച്ചു. K സലിംകുമാർ, KL ജോസ്, PD സുമോൻ, ഗീത തുളസീധരൻ, PP സണ്ണി, MG വിജയൻ, VM ജോർജ്, R തുളസീധരൻ, PA രാജു, ബിന്ദു അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. നൽവയലുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ ജൈവ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ജോസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ 14 ജില്ലകളില് കാസർഗോഡ് ജില്ല ഇപ്പോൾ ജൈവ ജില്ലയായിട്ട് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെ ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടില് നടക്കാത്തത് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കൃഷി രീതി എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. കഴിഞ്ഞ 22 വർഷം കേരളത്തിലെ അങ്ങോട്ട് നിന്നോളും എല്ലാ ജില്ലകളിലും ജൈവ കൃഷി നടപ്പിലാക്കുന്നതിനും ജൈവ കൃഷി കർഷകരെ പരിശീലിപ്പിക്കുന്നതിനുമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇതിന്റെ ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകളിൽ മാസം തോറും ജൈവ കൃഷിയുടെ രീതികൾ പ്രചരിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുന്ന കർഷക സുഹൃത്തുക്കളെ അതിന്റെ പോരായ്മകൾ നികത്തുന്നതിനും എല്ലാം സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യമാണ്. അതിന്റെ ഫലപ്രാപ്തിയെ സൂചിപ്പിക്കുന്നതാണ്
കാസർഗോഡ് ജില്ലയെ ജൈവ ജില്ലയായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ ജൂൺ 24-ാം തീയതി കേരള ജൈവ കർഷക സമിതി കേരള നെൽവയൽ സുഹൃത്തുക്കളുടെ സംരക്ഷണ നിയമം അട്ടിമറിക്കാനുള്ള കേരള ഗവൺമെന്റിന്റെ നീക്കത്തിനെതിരായിട്ട് ഒരു ധർണ്ണ നടത്തിയുണ്ടായി. KP സണ്ണി, തങ്കച്ചൻ പാറത്തല, MN ജയചന്ദ്രൻ, പ്രസിഡന്റ് NU ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രസാദം 2014-2015 ജില്ലാതല ഉദ്ഘാടനം കൊടയത്തൂരിൽ നടന്നു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ സ്കൂൾ ഹെൽത്ത് പ്രോജക്റ്റായ പ്രസാദം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി ദാമോദരൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. പ്രധാനമായും ഈ പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ ഡോക്ടർ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു. വിളർച്ച രോഗം നമ്മുടെ കുട്ടികളിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ശാശ്വതമായ പരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മക്കുറവ്, നമ്മുടെ പഠന നിലവാരത്തിൽ പിന്നോക്കമാകുന്നതിന് ഓർമ്മക്കുറവ് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും വൈദ്യുതിയുടെ എല്ലാം കുറവ് നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ ഓർമ്മക്കുറവിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ രക്തപരിശോധന ക്യാമ്പ് നടത്തുന്നുണ്ട്. ഈ രക്തം പരിശോധിച്ച് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് ഏത് ചികിത്സയാണ് നൽകേണ്ടത് എന്ന് ഇന്നിവിടെ മനസ്സിലാക്കുകയും അതിന് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുട്ടികളുടെ പഠന നിലവാരവും അതോടൊപ്പം തന്നെ ജീവിത നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്കീം ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലായിട്ട് പല സ്കീമുകൾ നടപ്പിലാക്കിയിരുന്നു. എങ്കിൽ പോലും അതിന് വ്യത്യസ്തമായി ഈ ഒരു സ്കീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് ആരംഭിക്കുന്നു. ക്യാമ്പ് ഇന്ന് രക്തപരിശോധന നടത്തി ഇന്ന് തന്നെ അവസാനിക്കുന്നില്ല. ഇതിനൊരു 6 മാസത്തെ കാലാവധിക്ക് ശേഷമാണ് ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു. ഇന്നിവിടെ രക്തപരിശോധന നടത്തി കുട്ടികളിലെ വിളർച്ച രോഗം പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പദ്ധതിയിൽ രക്തപരിശോധന, മരുന്ന് വിതരണം, വ്യക്തിത്വ വികസനം, ദന്തപരിശോധന, കണ്ണു പരിശോധന, കൗൺസിലിംഗ് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊടയത്തൂർ, അറക്കുളം ഗ്രാമപഞ്ചായത്തുകളിലെ 500ഓളം വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിൽ കൂടി പ്രയോജനം ലഭ്യമാകുന്നത്. കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ISM ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N ലീന മുഖ്യപ്രഭാഷണം നടത്തി. പ്രസാദം പ്രോജക്ട് കൺവീനർ ഡോക്ടർ ക്രിസ്റ്റി J തുണ്ടിപ്പറമ്പിൽ വിഷയാവതരണം നടത്തി. കൊടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോയ് തോമസ് മുഖ്യ സന്ദേശം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാൻസി മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് രാമകൃഷ്ണൻ, VC ബൈജു, മിനി ബിന്ദു, PTA പ്രസിഡന്റ് സോമശേഖരൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് KK ലീല സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൽസൺ നന്ദിയും പറഞ്ഞു. റാവുത്തർ ഫെഡറേഷൻ ഫോർ വെൽഫെയർ ഓഫ് ഇന്ത്യൻ മുസ്ലിംസിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വിവിധ മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ നേതാക്കളുടെ സൗഹൃദ വേദിയായി. കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ പുരോഗതിയിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് റാവുത്തർ സമൂഹമെന്നും എന്നാൽ ഇവർക്ക് അർഹമായ അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത ജലവിഭവ മന്ത്രി PJ ജോസഫ് പ്രസ്താവിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി MA സത്താർ, ചീഫ് കോർഡിനേറ്റർ S മീര സാഹിബ്, ഫ്രാൻസിസ് ജോർജ് XMP, മുൻ MLA-മാരായ PP സുലൈമാൻ റാവുത്തർ, ജോസ് കുറ്റിയാനി, തൊടുപുഴ നഗരസഭാ ചെയർമാൻ AM ഹാരിദ്, അലിഗർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PK അബ്ദുൾ അസീസ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജനറൽ സെക്രട്ടറി MS മുഹമ്മദ്, BJP നിയോജക മണ്ഡലം സെക്രട്ടറി സുശീലൻ നായർ, MES ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹനീഫ റാവുത്തർ, MSS ജില്ലാ പ്രസിഡന്റ് VM അൻസാരി, മെക്ക ജില്ലാ പ്രസിഡന്റ് MB മുഹമ്മദ്, KNM ജില്ലാ സെക്രട്ടറി AM സമദ്, പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MS മുഹമ്മദ്, INL സെക്രട്ടറി NM സലീം, റാവുത്തർ ഫെഡറേഷൻ നേതാക്കളായ ഇസ്മായിൽ റാവുത്തർ, അജീത് തൈപ്പറമ്പിൽ, VS സയ്യിദ് മുഹമ്മദ്, രക്ഷാധികാരികളായ ഹുസൈൻ മൗലവി കാഞ്ഞാർ, സലിം മൗലവി തൊടുപുഴ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കാരിക്കോട് നൈനാർ പള്ളി ഇമാം കടക്കൽ അബ്ദുൾ റഷീദ് മൗലവി പ്രാർത്ഥന നടത്തി. റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സക്കീർ സ്വാഗതം ആശംസിച്ചു. കരിമണ്ണൂർ ടൗണിൽ പ്രാഥമിക സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസ യുദ്ധധർണ നടന്നു. കേരളദേശം പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MT തോമസ് ഒറ്റയ്ക്ക് നടത്തിയ ഉപവാസ യുദ്ധധർണ ചൊവ്വാഴ്ച പകൽ കരിമണ്ണൂർ ടൗണിലാണ് നടന്നത്. ടൗണിലെ ടോയ്ലറ്റുകൾ വൃത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നും ടോയ്ലറ്റുകളുടെ ശുചീകരണത്തിനായി ജീവനക്കാരെ നിയമിക്കണമെന്നും കരിമണ്ണൂരിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു MT തോമസ് ഉപവാസ യുദ്ധധർണ നടത്തിയത്. ഈ കരിമണ്ണൂർ ടൗണിൽ 3 സ്ഥലത്തുനിന്നും വന്നിറങ്ങുന്ന ജനമാണ് വെക്കിച്ചിട്ട്
അത് കക്കൂസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ കക്കൂസ് എന്തിനാണ്? ഈ വർഷകാലത്ത് ഇച്ചിരി മൂത്തൊഴിക്കണല്ലോ. ഒരു ബാത്റൂമിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ എവിടെ പോകും? അവിടെ കക്കൂസ് ഉണ്ടാക്കണം. തോമസേട്ടാ കൂടെ നടപ്പാക്കും. ഒരു കക്കൂസ് ഉണ്ടാക്കി, ബില്ലുകൾ എഴുതി മാറി, ലൈറ്റ് വെട്ടമില്ല, ഞാൻ തെറ്റി വീണു. നിങ്ങൾ ഈ കക്കൂസ് നോക്കുക, പൂട്ടിയിട്ടിരിക്കുന്നു, ലൈറ്റ് വെട്ടമില്ല, വെള്ളമില്ല. കുറെ കക്കൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആർക്കും ഉപകാരമില്ല. എനിക്ക് പെട്ടെന്ന് കക്കൂസ് തുറന്ന് പ്രവർത്തിക്കണം. പൊതുജനങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി അടിയന്തരമായി കക്കൂസ് തുറന്ന് പ്രവർത്തിച്ച് ലൈറ്റ് പിടിപ്പിച്ച് വെള്ളവും ഒരാളെ നിയമിക്കണം. അവരുടെ പൈസ വാങ്ങിക്കോട്ടെ, 1-2 രൂപ വെച്ച് വാങ്ങിച്ചോട്ടെ. ഇവിടെ കക്കൂസ് തുറന്ന് പ്രവർത്തിക്കണം. പൊതുജനങ്ങളുടെ ആവശ്യം നടപ്പാക്കി കൊടുക്കണം പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെ ഇത് 48 മണിക്കൂറിൽ നടപ്പാക്കാത്ത പക്ഷം വിജിലൻസ് വന്ന് ക്രൈംബ്രാഞ്ചോ അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നാണ് പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതാണ് നമ്മുടെ കരിമൂർ പഞ്ചായത്തിന്റെ അതിർത്തിപ്പെട്ട ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാഭ്യാസമില്ല അധ്യാപകര് സ്കൂൾ നടത്തുന്നു. ലൈസൻസ് ഇല്ലാത്ത സ്കൂള്, വണ്ടിയുടെ പേപ്പറുകൾ ഒന്നുമില്ലാത്ത ഒരു വണ്ടി വെഹിക്കിളുകൾ ആവശ്യപ്പെട്ട വെഹിക്കിൾ പിടിച്ചു. അത് പണം കൊടുത്ത് ഒതുക്കാനുള്ള ശ്രമിക്കുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ശതാബ്ദി വാർഷിക ആചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ മണക്കാട് മേഖലാ സമ്മേളനം നടത്തി. തൊടുപുഴ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം NSS ഡയറക്ടർ ബോർഡ് മെമ്പർ PS രാജൻ ഉദ്ഘാടനം ചെയ്തു. രൂപമെടുത്ത് 100 വർഷം പിന്നിട്ട് ആ 100ാം വർഷത്തിന്റെ ആഘോഷം കഴിഞ്ഞ ജനുവരിയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനത്ത് നമ്മൾ അതിൻ്റെ എല്ലാ പ്രൗഢിയോടുകൂടി ഉദ്ഘാടന കർമ്മം നടക്കുക. ബഹുമാന്യനായ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ അധ്യക്ഷനും ഇന്ന് നായർ സർവീസ് സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നായന്മാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിലേക്കെല്ലാം ശ്രദ്ധേയമായ ചില ചൂണ്ടലുകൾ നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് സ്വാഗത പ്രാർത്ഥിക്കാൻ ഈ സംഘടനയെ ഒന്നായി കാണേണ്ട ആവശ്യകതയെ പറ്റി എവിടെയോ പ്രത്യേകിച്ച് സമസ്ത കേരള നായർ സമാജം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയെ പറ്റിയൊക്കെ സൂചിപ്പിക്കുകയുണ്ട്. ഏതായാലും സമസ്ത കേരള നായർ സമുദായത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദീർഘകാലം നായർ സർവീസ് സൊസൈറ്റിയുടെ മഞ്ചേരി താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും. യോഗത്തിന് മണക്കാട് കരയോഗം പ്രസിഡന്റ് KP ജനാർദ്ദനൻ നായർ സ്വാഗതം അർപ്പിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് തട്ടക്കുഴ രവി, P ഗോപാലകൃഷ്ണൻ നായർ, ജലജ ശശി, PN ഗോപിനാഥ് കൈമൾ, SN ശ്രീകാന്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരള പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ 46ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 17-ാം തീയതി തൊടുപുഴ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ഷാജി വൈദ്യ എറണാകുളം അറിയിച്ചു. അഖില കേരള പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ 46ാം സംസ്ഥാന സമ്മേളനം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ വെച്ച് അടുത്ത മാസം നടക്കുകയാണ്. ആഗസ്റ്റ് 17 PJ ജോസഫ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പാരമ്പര്യ വൈദ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സംസ്ഥാന സമ്മേളനമാണ് വരുന്നത്. പാരമ്പര്യ വൈദ്യന്മാരുടെ ചികിത്സാ സ്വാതന്ത്ര്യം ഗവൺമെൻറ് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള ആ പ്രസ്താവന നിലനിൽക്കെ ഈ സംസ്ഥാന സമ്മേളനത്തിന് വളരെയധികം പ്രാധാന്യം ലഭിക്കുന്നു. അപ്പോൾ പാരമ്പര്യ വൈദ്യന്മാരുടെ മുഖ്യ ആവശ്യമായ ചികിത്സാ സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യന്മാർക്ക് മാത്രമായ ഒരു മെഡിക്കൽ കൗൺസിൽ രൂപീകരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഗവൺമെൻറ് എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ പോകുന്ന ആയുഷിൻ്റെ സഹായത്തോടുകൂടി ആരംഭിക്കുന്ന ആശുപത്രികളിലും പാരമ്പര്യ വൈദ്യന്മാർക്ക് ചികിത്സ നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതും വളരെ പ്രാധാന്യമായ കാര്യമാണ്. അതുപോലെ തന്നെ പരമ്പരാഗതമായി പാരമ്പര്യ വൈദ്യന്മാർക്ക് ലഭിച്ചിട്ടുള്ള അവരുടെ അറിവുകൾ, അവരുടെ പൂർവികന്മാരായി കിട്ടിയിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യന്മാർ ചികിത്സിച്ച് അവരുടെ പരിചയ സമ്പന്നതയിൽ കിട്ടിയിട്ടുള്ള അറിവുകളും ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ വളരെയധികം നിർണായകമായ പങ്ക് അഖില കേരള പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ വഹിച്ചിട്ടുണ്ട്.
സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ എം ഹാരിദ്, കൗൺസിലർ ജോസഫ് ജോൺ എന്നിവർ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ആലോചന യോഗത്തിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വൈദ്യൻ വി എസ് കുമാർ പൂമാല, സിദ്ധാർത്ഥ് ദാസ്, മാത്യു, ശശി എന്നിവർ പങ്കെടുത്തു.